ഓക്കെ, സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് SMIME അല്ലെങ്കിൽ സിക്യോർ മൾട്ടിപർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ ആണ്. അപ്പം ഈ SMIME വരുന്നതിന് മുൻപ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് RFC822 അല്ലെങ്കിൽ SMTP ഫോമാറ്റ്. അതായത് സിമ്പിൾ മെയിൽ ട്രാൻസ്മിഷൻ പ്രോട്ടോകോൾ ആണ് SMTP. അപ്പം അതിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ SMTPയിൽ എൻവലപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എന്തിനാ? മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും വിടാനായിട്ട് എൻവലപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ എൻവലപ്സ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തായിരിക്കും ആ എൻവലപ്സിലെ കണ്ടന്റിനെ അയക്കുന്നത്. അപ്പം ആ എൻവലപ്സിന്റെ കണ്ടന്റിന് മാത്രമാണ് ഈ സ്റ്റാൻഡേർഡ്സ്, അതായത് RFC822ന്റെ സ്റ്റാൻഡേർഡ്സ് അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സെറ്റ് ഓഫ് ഹെഡർ ഫയൽസും കൂടി ഉണ്ട്. നൗ ഇതിപ്പം നമ്മൾ യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഇതിന്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 എണ്ണമായിട്ട് നമുക്ക് അതിനെ സമ്മപ്പ് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ എക്സിക്യൂട്ടബിൾ അല്ലെങ്കിൽ ബൈനറി ഫയൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പോസിബിൾ അല്ല SMTPയിൽ. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ നാഷണൽ ലാംഗ്വേജ് ക്യാരക്ടേഴ്സിനെ നമുക്ക് ഇതിൽ SMTPയിൽ ഇത് ചെയ്യാനായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അത് 8 ബിറ്റ് ആസ്കി കോഡാണ്. ആൻഡ് SMTPയിൽ 7 ബിറ്റ് ആസ്കി കോഡ്സ് ആണ് നമുക്ക് പോസിബിൾ ആവുന്നത് ട്രാൻസ്മിഷനായിട്ട്. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതായത് ടെക്സ്റ്റ് ഡേറ്റ ഇൻക്ലൂഡിംഗ് ദി നാഷണൽ ലാംഗ്വേജ് ക്യാരക്ടേഴ്സിനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പോസിബിൾ അല്ല. പിന്നെ SMTPയിൽ ഇഫ് ദ മെയിൽ ഇസ് ഓവർ സർട്ടൺ സൈസ് അതിനെ റിജക്റ്റ് ആണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു മാപ്പിംഗ് ഉണ്ട്, അതായത് ആസ്കി പിന്നെ അതിൻ്റെ ABCDIC ഈ ഒരു കോഡ് തമ്മിലുള്ള ഈ 2 പേര് തമ്മിലുള്ള മാപ്പിംഗ് കൺസിസ്റ്റന്റ് അല്ല. പിന്നെ വരുന്നത് നോൺ ടെക്സ്റ്റുവൽ മെസ്സേജസ് അല്ലെങ്കിൽ ഇപ്പം ഈ വീഡിയോസ് ഓഡിയോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് SMTPക്ക് പറ്റത്തില്ല. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം വൈറ്റ് സ്പേസസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ആഡ് ചെയ്യോ ഡിലീറ്റ് ചെയ്യോ ഈ സമയത്തൊക്കെ ഉള്ള ഇൻസർട്ടനിറ്റീസ് കാരണം, അതായത് സ്റ്റാൻഡേർഡ് ഇംപ്ലിമെന്റേഷനിൽ നിന്ന് കുറേ വേരിയേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ SMTP പ്രോത്സാഹിപ്പിക്കുന്നതല്ല. സോ ദീസ് ആർ ദി 6 ലിമിറ്റേഷൻസ് ഓഫ് SMTP ആൻഡ് ഈ റീസൺസ് കൊണ്ടാണ് നമ്മൾ SMIME പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ SMIME കുറിച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. കമ്പയർഡ് ടു ദി RFC822 ഫോമാറ്റ് SMIME 5 പുതിയ ഹെഡേഴ്സ് ഉണ്ട്. ഈ 5 ഹെഡേഴ്സ് ആണ് പുതിയതായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ട്രാൻസ്ഫർ എൻകോഡിംഗ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി കൂടി ഇതിനകത്ത്, ഒരു ഫംഗ്ഷനും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ട്രാൻസ്ഫർ എൻകോഡിംഗ് എന്ന് പറയുന്നത് ഫോർ വാട്ട് എവർ കണ്ടന്റ് ടൈപ്പ്, മെയിലിനകത്തുള്ള എന്ത് കണ്ടന്റ് ടൈപ്പ് ആയിരുന്നാലും വി ആർ കൺവേർട്ടിങ് ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ മെയിൽ സിസ്റ്റം അക്സെപ്റ്റ് ഇറ്റ്. അതായത് ഇപ്പം ഞാനൊരു മെയിൽ അയക്കണം, മെയിലിനകത്ത് ഒബ്വിയസ് ആയിട്ടും കണ്ടന്റ് കാണുമല്ലോ. അപ്പം കണ്ടന്റിനെ ഞാൻ കൺവേർട്ട് ചെയ്യുവാണ് സോ ദാറ്റ് ഇപ്പം എനിക്കൊരു A to B എനിക്ക് മെയിൽ അയക്കാനായിട്ട് പോസിബിൾ ആക്കത്തക്ക രീതിയിൽ എൻ്റെ കണ്ടന്റിനെ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ എൻകോഡിംഗ് എന്ന് പറയുന്നത്. ആ ഒരു കൺവേർഷൻ പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫർ എൻകോഡിംഗ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഫീച്ചർ ഇതിൽ നമ്മുടെ SMIME ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ദർ ആർ ലോട്ട് ഓഫ് കണ്ടന്റ് ഫോർമാറ്റ്സ് ദാറ്റ് വി കൻ ചൂസ് ഫ്രം, അല്ലെങ്കിൽ കണ്ടന്റ് ടൈപ്സ് വി കൻ ചൂസ് ഫ്രം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 പുതിയ ഹെഡേഴ്സ് ആണ് നമുക്ക് SMIME ഉള്ളത്. ആ 5 ഹെഡേഴ്സ് പറഞ്ഞാൽ ആദ്യത്തേത് MIME വേർഷൻ ലൈക്ക് ബൈ ഡിഫോൾട്ട് പാരാമീറ്റർ മസ്റ്റ് ബി 1. സെക്കൻഡ് വരുന്നത് കണ്ടന്റ് ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഈ മെയിലിനകത്ത് അയക്കുന്ന കണ്ടന്റിന്റെ ടൈപ്പ് എന്താ എന്നുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ടെക്സ്റ്റ് ആണോ, വീഡിയോ ആണോ, ഓഡിയോ ആണോ, അത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു മെയിൽ കിട്ടുന്ന ഒരാൾക്ക് അത് എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ മെക്കാനിസം, എനിക്ക് ആ ഒരു ഡേറ്റ റീഡ് ചെയ്യാനായിട്ട് ഏത് മെക്കാനിസം ആണ് ഞാൻ ഫോളോ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടന്റ് ടൈപ്പ് കൊടുക്കുന്നത്. ഇപ്പൊ കണ്ടന്റ് ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേനും ആക്ച്വലി 7 പാർട്സ് ആയിട്ടാണ്, ലൈക്ക് 7 ടൈപ്സ് ആണുള്ളത്. ടെക്സ്റ്റ്, മൾട്ടി പാർട്ട്, മെസ്സേജ്, ഇമേജ്, വീഡിയോ, ഓഡിയോ ആൻഡ് ആപ്ലിക്കേഷൻ. ഇനി ഇതിന് അഗൈൻ സബ് ടൈപ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ടെക്സ്റ്റിന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ എൻറിച്ച്ഡ് ഉണ്ട്, പിന്നെ ഇമേജിന് പറഞ്ഞു കഴിഞ്ഞാൽ ജിഫും JPEG ഉണ്ട്, ഓഡിയോ ബേസിക് ഒരൊറ്റ ടൈപ്പേ ഉള്ളൂ, വീഡിയോ MPEG ഉണ്ട്. അപ്പൊ അങ്ങനെ പല ലൈക്ക് സബ് ടൈപ്സ്, ഒരു കണ്ടന്റ് ടൈപ്പിന് പല സബ് ടൈപ്സും നമുക്ക് അവൈലബിൾ ആണ് SMIME. ഇനി അടുത്തത് കണ്ടന്റ് ട്രാൻസ്ഫർ എൻകോഡിംഗ്. അത് അഗൈൻ ദ സെയിം തിങ്, ദാറ്റ് ഈസ് ലൈക്ക് ഈ ഒരു ഞാൻ വാട്ട് എവർ കണ്ടന്റ് ഐ എം ട്രാൻസ്ഫറിങ് അതിനെ എൻകോഡ് ചെയ്യുക, ലൈക്ക് അതിനെ കൺവേർട്ട് ചെയ്യുക ഫോർ ലൈക്ക് മെയിൽ സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ എൻ്റെ കണ്ടന്റിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അവിടെ ഉള്ളത്. കണ്ടന്റ് ID എന്ന് പറയുമ്പോഴത്തേനും എന്താ ഹൗ ദി MIME എൻറ്റിറ്റീസ് ആ ഒരു റെപ്രസെൻറ്റേഷനെ കാണിക്കാനായിട്ടാണ്. സോ MIME എൻറ്റിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടന്റ് ID യൂസ് ചെയ്യുന്നത്. കണ്ടന്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് again ഫ്രം ദ നെയിം ഡിസ്ക്രിപ്ഷൻ, അതായത് നമ്മളൊരു ബോഡി കൊടുക്കുകയാണ്. ഇപ്പം ഞാനൊരു ഓഡിയോ അയച്ചു കൊടുത്തു, ഈ ഓഡിയോ എന്താണെന്നും അതിൻ്റെ കണ്ടന്റ് എന്താണെന്നും ഉള്ളതിനെ പറ്റി ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ബോഡിയിൽ എഴുതുന്നതിനെയാണ് കണ്ടന്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി അടുത്തത് SMIME ഫംഗ്ഷനാലിറ്റീസ് ആണ് പറയുന്നത്. നമ്മൾ SMIME മെസ്സേജസ് എന്ന് പറയുമ്പോഴത്തേനും അത് എഗെയിൻ ഗോസ് ഓൺ ടു ദി കണ്ടന്റ് ടൈപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ 7 ടൈപ്സ് ഓഫ് കണ്ടന്റ്സിന് തന്നെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. സോ അതും അതിന്റെ സബ് ടൈപ്സും ആയിരിക്കും SMIME മെസ്സേജസിനകത്ത് വരുന്നത്. ഇനി അടുത്തത് SMIME ഫംഗ്ഷനാലിറ്റീസ് എന്ന് പറയുമ്പോൾ 4 ഫംഗ്ഷനാലിറ്റീസ് ആണുള്ളത്. ആദ്യത്തേതാണ് എൻവലപ്ഡ് ഡേറ്റ. എൻവലപ്ഡ് ഡേറ്റയുടെ ഒരു ജനറൽ ഒരു കോമൺ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി മെസ്സേജിന് എൻക്രിപ്റ്റഡ് മെസ്സേജിന്റെ കൂട്ടത്തിൽ ഒരു എൻക്രിപ്റ്റഡ് കീ കൂടെ നമ്മൾ അയക്കുകയാണ്. സോ വി ഹാവിങ് എൻ എൻക്രിപ്റ്റഡ് കീ ആൻഡ് എൻക്രിപ്റ്റഡ് മെസ്സേജ്. അതാണ് നമ്മൾ A to B നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും അയക്കുന്നത്. ഇനി എൻവലപ്ഡ് മെസ്സേജിനകത്ത് നമ്മൾ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് വി ഹാവിങ് എ സെഷൻ കീ. ഒരു റാൻഡം നമ്പർ ജനറേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മളൊരു സെഷൻ കീ KS നമ്മൾ എടുക്കുന്നു. അതിനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നു യൂസിങ് എ പബ്ലിക് കീ. അതിനെ എന്നിട്ട് ആ ഒരു കീ യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു എൻക്രിപ്റ്റഡ് മെസ്സേജിനെ എൻക്രിപ്റ്റഡ് സെഷൻ കീനെയും കൂടിയാണ് നമ്മൾ ബിയിലോട്ട് അയക്കുന്നത്. അതാണ് എൻവലപ്ഡ് ഡേറ്റ. ദ ഫസ്റ്റ് ഫംഗ്ഷനാലിറ്റി ഓഫ് SMIME, എൻവലപ്ഡ് ഡേറ്റ. ഓക്കെ, ഇനി അടുത്തത് സൈൻ ഡേറ്റ. സൈൻ ഡേറ്റയ്ക്കകത്ത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മെസ്സേജിന്റെ നമ്മളൊരു പാർട്ട് എടുക്കും, അതായത് മെസ്സേജ് ഡൈജസ്റ്റ് എടുക്കും. അതിനെ നമ്മൾ എന്നിട്ട് ഹാഷ് ചെയ്യും. ഹാഷ് ചെയ്തിട്ട് അതിനെ നമ്മൾ പ്രൈവറ്റ് കീ വെച്ചിട്ട് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഡിജിറ്റൽ സിഗ്നേച്ചർ കിട്ടിയിരിക്കുകയാണ്. യെസ്, നമ്മളിത് PGP ഫോളോ ചെയ്ത സെയിം മെത്തേഡാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ മെസ്സേജും കൂടെ അറ്റാച്ച് ചെയ്യും. എന്നിട്ട് ഇതിനെ നമ്മൾ റാഡിക്സ് ബേസ് 64 യൂസ് ചെയ്തിട്ട് നമ്മൾ എൻക്രിപ്ഷൻ ചെയ്യുന്നത്. സോ ഇങ്ങനെ ഈ ഒരു സംഭവം ഇങ്ങനെ, അതായത് ഡിജിറ്റൽ സിഗ്നേച്ചർ പ്ലസ് എൻക്രിപ്റ്റഡ് മെസ്സേജ് ആണ് അല്ലെങ്കിൽ സൈൻഡ് മെസ്സേജ് ആയിരിക്കും പോകുന്നത്. എങ്ങോട്ട്? റിസീവറിലോട്ട് പോകുന്നത്. റിസീവറിലോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് റിസീവറും SMIME ഇതായിരിക്കണം, SMIME ഉണ്ടാവണം. സോ അങ്ങനെയാണെങ്കിൽ മാത്രമേ സൈൻഡ് ഡേറ്റ ഇവിടെ ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഇസ് അബൌട്ട് ദ സെക്കൻഡ് ഫംഗ്ഷനാലിറ്റി, ദാറ്റ് ഇസ് സൈൻ ഡേറ്റ. ഇനി ക്ലിയർ സൈൻ ഡേറ്റയെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ വേണം മെസ്സേജ് അയക്കാനായിട്ട്. പക്ഷേ ദ മെസ്സേജ് ഇസ് നോട്ട് എൻക്രിപ്റ്റഡ് അല്ല. ഇവിടെ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ മാത്രമേ ഉള്ളൂ. വിച്ച് മീൻസ് ദാറ്റ് നമ്മുടെ റിസീവറിലോട്ട് എത്തുമ്പോഴത്തേനും അവിടെ ഇത് SMIME വേരിയന്റ് അല്ല എന്നുണ്ടെങ്കിലും ഇറ്റ് ഇസ് ഫൈൻ. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിലും വി വിൽ ബി ഏബിൾ ടു റീഡ് ദ മെസ്സേജ്. എന്നാൽ സൈൻഡ് ഡേറ്റയുടെ കേസിൽ മെസ്സേജ് എൻക്രിപ്റ്റഡ് ആണ്. രണ്ടും ഡിജിറ്റൽ സിഗ്നേച്ചർ മെസ്സേജ് ഒരുമിച്ചാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. സോ ഇപ്പുറത്ത് അതായത് നമ്മളിവിടെ എത്തുമ്പോഴത്തേനും SMIME ആയിരുന്നാൽ മാത്രമേ സൈൻഡ് ഡേറ്റയുടെ കേസിൽ നമുക്ക് മെസ്സേജ് റീഡ് ചെയ്യാൻ പറ്റൂ. ക്ലിയർ സൈൻഡ് ഡേറ്റയുടെ കേസിൽ ഇവിടെ റിസീവർ SMIME അല്ല എങ്കിൽ പോലും നമുക്ക് ഡേറ്റ റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് ഫോർത്ത് വൺ, അതായത് സൈൻഡ് ആൻഡ് എൻവലപ്ഡ് ഡേറ്റ എന്ന് പറയുമ്പോഴത്തേനും ബേസിക്കലി എൻവലപ്ഡ് ആയിട്ടുള്ള ഡേറ്റ ഇറ്റ് ക്യാൻ ബി സൈൻഡ്, അല്ലെങ്കിൽ സൈൻഡ് ഡേറ്റയെ നമുക്ക് എൻവലപ്ഡ് ഡേറ്റയുടെ സ്ട്രാറ്റജി ഫോളോ ചെയ്യും. അത് വൈസ് വേഴ്സ, അതായത് ഇതിന്റെ രണ്ടെണ്ണത്തിന്റെയും കൂടെ അല്ലെങ്കിൽ ഇതിന് മൂന്നെണ്ണത്തിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ ഫോർത്ത് വൺ, അതായത് സൈൻഡ് ആൻഡ് എൻവലപ്ഡ് ഡേറ്റ. ഓക്കെ, ഇനി നമ്മൾ SMIME സർട്ടിഫിക്കറ്റ് പ്രോസസ്സിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PGPയുടെ ഈ X509ന്റെയും ഒക്കെ എന്താണ് പറയുന്നത് കുറച്ച് കോമൺ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നല്ല കാര്യങ്ങൾ, അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കാര്യങ്ങൾ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. സോ പബ്ലിക് കീ സർട്ടിഫിക്കറ്റ് വിത്ത് റെസ്പെക്ട് ടു X509 സർട്ടിഫിക്കേഷൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ SMIME സർട്ടിഫിക്കറ്റ് പ്രോസസ്സിങ്ങിന്റെ കീഴിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് യൂസർ ഏജന്റ് റൂൾ. അതായത് വാട്ട് ഓൾ ആർ ദി അതർ ഏജന്റ്സ് അല്ലെങ്കിൽ വാട്ട് ഓൾ ആർ ദി പ്രൊസീജിയേഴ്സ് ദാറ്റ് വി ആർ ഫോളോയിങ് അണ്ടർ ദിസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് തിങ് കീ ജനറേഷൻ ആണ്. കീ ജനറേഷൻ എന്ന് പറയുമ്പോഴത്തേനും ഈ ജനറേറ്റ് ചെയ്യുന്ന ഏജന്റ് പല രീതികളിൽ കീ ജനറേറ്റ് ചെയ്യുന്ന പോസിബിൾ ആയിരിക്കും. ഇപ്പൊ ഡിഫി ഹെൽമാന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ RSA പേഴ്സ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ വാട്ട് ഓൾ അത് കീസ് ദേ ആർ ബീൻ ജനറേറ്റിംഗ്, അതൊക്കെ കറക്റ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യാനും അതിനെ പ്രോപ്പർ ഫോർമാറ്റിൽ ജനറേറ്റ് ചെയ്യാൻ അതിനെ നമ്മൾ ഈസിലി ഡീക്രിപ്റ്റ് ചെയ്യാൻ പോസിബിൾ അല്ലാത്ത രീതിയിൽ ജനറേറ്റ് ചെയ്യാനും അതിനെ എന്താണ് പറയുന്നത് അതിന് ജനറേറ്റ് ചെയ്യാൻ പോസിബിൾ ആയിരിക്കണം ഈ ഒരു ഏജന്റിന്. പിന്നെ ഇപ്പൊ RSAയുടെ കീ പേഴ്സിനെ ജനറേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 512 ബൈറ്റ്സിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. എന്നാൽ അത് 768 to 1024 ബിറ്റ്സിന്റെ ഇടയിൽ
ഇടയിലായിരിക്കണം. ബൈറ്റ്സ് അല്ല, ബിറ്റ്സ് ആണ്. അപ്പം 512 ബിറ്റ്സിനേക്കാളും ഗ്രേറ്ററും ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിലായിരിക്കണം RSA കീ പേഴ്സിനെ ജനറേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് വൺ, ദാറ്റ് ഇസ് ദ കീ ജനറേഷൻ. ഇനി അടുത്തത് രജിസ്ട്രേഷൻ. അതായത് നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കേഷൻ അതോറിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. സോ ആ ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടായിരിക്കും X509 സർട്ടിഫിക്കറ്റ് ഈ ഒരു എന്താ പറയുന്നത് യൂസറിന് അവൈലബിൾ ആക്കുക. ദാറ്റ് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്, ദാറ്റ് ഇസ് ദ രജിസ്ട്രേഷൻ ഓഫ് ദ CA. തേർഡ് സ്റ്റെപ്പ് ഇസ് സർട്ടിഫിക്കറ്റ് സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ. ഒരു പെർട്ടിക്കുലർ ലിസ്റ്റ് ഉണ്ട് ആർക്കൊക്കെയാണ് സർട്ടിഫിക്കറ്റ് ഉള്ളതെന്നുള്ളതിന് ഒരു ലോക്കൽ ലിസ്റ്റ് ഉണ്ട്. സോ അതിന്റെ വിത്ത് റെസ്പെക്ട് ടു ആയിരിക്കും എന്താണ് പറയുന്നത്, അതിന്റെ ഓരോരോ സർട്ടിഫിക്കറ്റ്സ് ആർക്കൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനനുസരിച്ചായിരിക്കും നമ്മൾ സർട്ടിഫിക്കറ്റ്സ് ലിസ്റ്റിനകത്ത് സ്റ്റോർ ചെയ്യുക. അപ്പൊ അതൊരു ലോക്കൽ എൻറ്റിറ്റി ആയിരിക്കും സ്റ്റോർ ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞായിരിക്കും ഇപ്പം എന്താണ് പറയുന്നത്, ഇപ്പൊ നമുക്കൊരു ഒരു സിഗ്നേച്ചർ വന്നു, ആ സിഗ്നേച്ചറിനോട് നമുക്കൊരു മെസ്സേജ് വന്നു, ആ മെസ്സേജിനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് പുറത്തോട്ട് അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലിസ്റ്റിനെ വെച്ച് റെഫർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്ത് ഔട്ട്പുട്ടിലോട്ട് എൻക്രിപ്റ്റഡ് മെസ്സേജ് അയക്കുക എന്നുള്ളത്. സോ വൺസ് അഗൈൻ യൂസർ ഏജന്റ് റൂൾസിൽ 3 കാര്യങ്ങളാണ് വരുന്നത്. കീ ജനറേഷൻ, ബേസിക്കലി കീനെ ജനറേറ്റ് ചെയ്യുക, ഒരു പ്രോപ്പർ ഫോർമാറ്റ് യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്യുക. രജിസ്ട്രേഷൻ വിത്ത് സർട്ടിഫിക്കേഷൻ അതോറിറ്റി, സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കേഷൻ അതോറിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് അതിനെ നമ്മൾ ഒരു ലിസ്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുക. അപ്പം ഔട്ട്പുട്ട് മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ലിസ്റ്റ് വെച്ച് റെഫർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഈ ഒരു സെക്യൂരിറ്റിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഉള്ള 3 മെത്തേഡ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തിങ്, സൈൻഡ് റിസീപ്റ്റ്സ്. സൈൻഡ് റിസീപ്റ്റ്സ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ A to B ഞാൻ ഓൾറെഡി മെസ്സേജ് അയച്ചു, എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ Bയിലോട്ട് ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ട് Bക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ ഒരു തേർഡ് പാർട്ടീനെ എനിക്ക് കാണിക്കണം, ലൈക്ക് യെസ് എനിക്ക് B ആയി ഞാൻ മെസ്സേജ് റിസീവ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കണം. അതിന് ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സൈൻഡ് റിസീപ്റ്റ്സ് യൂസ് ചെയ്യാം, അതായത് പ്രൂഫ് ഓഫ് ഡെലിവറി എന്ന് പറയും. അപ്പം ഈ സൈൻഡ് റിസീപ്റ്റ്സിനകത്ത് വരുന്ന 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒറിജിനൽ മെസ്സേജ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ദ സിഗ്നേച്ചർ ഓഫ് A, ഡിജിറ്റൽ സിഗ്നേച്ചർ ഓഫ് A ആൻഡ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഓഫ് B. സോ ഇത്രയും യൂസ് ചെയ്തിട്ടാണ് നമുക്ക് സൈൻഡ് റിസീപ്റ്റ്സിന് നമുക്ക് എന്നാ പറയുന്നത്, സൈൻഡ് റിസീപ്റ്റ്സ് എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങൾ കമ്പൈൻ ചെയ്ത് Bന്ന് ഇപ്പോൾ ഒരു തേർഡ് പാർട്ടിയിലോട്ട് അയക്കുന്ന സംഭവമാണ്. ഇനി അടുത്ത് സെക്യൂരിറ്റി ലേബിൾസ്. സെക്യൂരിറ്റി ലേബിൾസ് എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ്സ് ജസ്റ്റ് എ സെറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻഫർമേഷൻ. അപ്പം അതിനകത്ത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു എന്താണ് പറയുന്നത്, ഈ ഒരു മെസ്സേജിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ എൻറ്റിറ്റിയിലോട്ട് ആക്സസ് ആർക്കൊക്കെയാണ്, അതിൽ ആക്സസ് ഇൻഫർമേഷൻ അല്ല ആർക്കൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ റീഡ് ചെയ്യാനായിട്ട് പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് വാട്ട് ഓൾ ആർ ദി സെക്യൂരിറ്റി ഇൻഫർമേഷൻ, അതിനെ പറ്റിയൊരു ബ്രീഫാണ് സെക്യൂരിറ്റി ലേബിൾസിനകത്ത് കൊടുക്കുന്നത്. അടുത്തത് വരുന്നത് സെക്യൂരിറ്റി മെയിലിംഗ് ലിസ്റ്റ്. ഇപ്പൊ ഞാനൊരു മെയിൽ അയക്കാന്ന് വിചാരിക്കും, ഇപ്പൊ A to B ഞാനൊരു മെയിൽ അയക്കുകയാണ്. അപ്പം ഇപ്പൊ A to B അല്ലെങ്കിൽ A to B and C രണ്ടുപേർക്ക് എനിക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്കൊരു മെസ്സേജ് ഉണ്ട്, ഇപ്പൊ ഹായ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ആണ് എനിക്ക് ഇവിടെ അയക്കേണ്ടത്. അപ്പം ഈ സെക്യൂർ മെയിലിംഗ് ലിസ്റ്റ് എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിലിംഗ് ലിസ്റ്റ് ഏജന്റ് ഉണ്ട്, MLA. ഈ ഒരു MLA എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ റെസിപ്പിയൻസിനെ എല്ലാം കൂടെ ഐഡന്റിഫൈ ചെയ്യും, ലൈക്ക് B and C. ഓക്കെ, അതായത് Aയിൽ നിന്നും എനിക്ക് Bയിലോട്ടും Cയിലോട്ടുമാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. സോ ഈ MLA എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ മെസ്സേജിനെ Bക്കും Cക്കും അയക്കും. ആൻഡ് ഇവിടെ റെസിപ്പിയന്റിന്റെ കയ്യിലുള്ള പബ്ലിക് കീ അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജിന് വിത്ത് റെസ്പെക്ട് ടു വാട്ട് എവർ റെസിപ്പിയന്റ് ഇറ്റ് ഇസ്, അതിന്റെ എൻക്രിപ്ഷൻ ഈ ഒരു മെയിലിംഗ് ലിസ്റ്റ് ഏജന്റ് തന്നെയാണ് ചെയ്യുന്നത്. അതായത് Aക്ക് എൻക്രിപ്ഷന്റെ ചെയ്യേണ്ട ആവശ്യമില്ല, മെസ്സേജ് ഏതാന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. ബാക്കിയുള്ള എൻക്രിപ്ഷന്റെ കാര്യങ്ങൾ വിത്ത് റെസ്പെക്ട് ടു ദ റെസിപ്പിയൻസ് ചെയ്യുന്നത് മൊത്തം MLA ആണ്. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ്